ഫ്രണ്ട്സ്, കെ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ചില്ലി ചിക്കനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടോ, ഒരു ചട്ടി നേരെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഈ ഒരു ചില്ലി ചിക്കൻ ഞാൻ പലപ്പോഴും ഡിഷ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പമാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമുക്കത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. നമ്മുടെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ഊറ്റി കളയുക. ഓക്കെ, ഇതിലോട്ട് നമ്മൾ സോസസ് ചേർത്ത് മാരിനേഷന് വയ്ക്കും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിൽ മെയിനായിട്ട് ചേർക്കുന്ന ഗ്രീൻ ചില്ലി സോസാണ്. ഇപ്പോൾ 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഏതാണ്ട് 1/2 കപ്പോളം ഗ്രീൻ ചില്ലി സോസ് വേണം. ഞാനിത് 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കൂടുതൽ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യും. സോയ സോസ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. നേരത്തെ കണ്ടില്ല, ഞാൻ സോയ സോസ് ആക്ച്വലി ഞാൻ ഈ അളവെടുത്ത് വെക്കില്ല. യൂഷ്വലി ബോട്ടിലിൽ നിന്ന് നേരെ തട്ടായി ചെയ്യുന്നത് ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. അന്നേരം ഞാനത് ഡ്രെയിൻ ഔട്ട് ചെയ്ത് മാറ്റി. കുറച്ച് സൈഡിലാണ് വീണത് ഭാഗത്ത്, അപ്പോൾ അതെടുത്ത് മാറ്റി. കുറച്ച് മതി, കാരണം ഈ ഒരു പ്രത്യേക റെസിപ്പിയിൽ സോയ സോസ് ഇല്ല എങ്കിലും പ്രശ്നമില്ല. ഞാൻ ഈയിടെ ആയിട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ മെയിൻലി വേണ്ട ചില്ലി സോസ് മാത്രമാണ്. ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഇരുന്നോട്ടെ. അപ്പോഴേക്കും ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ പോലെ വേണ്ടുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ ഗ്രീൻ ചില്ലി സോസ്, സോയ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്ര മാത്രം. അല്പം ഉപ്പ് വളരെ ശ്രദ്ധിക്കുക. ബിക്കോസ് സോയയിലും ഗ്രീൻ ചില്ലിയിലും ഒക്കെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് കെയർഫുള്ളായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കം ബാക്ക് ടു ദ പ്രിപ്പറേഷൻ. ഓക്കെ, കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അടുപ്പിലേക്ക് വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി കുക്കാവട്ടെ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവട്ടെ. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, സെയിം മാരിനേറ്റ് മാത്രം. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രിപ്പറേഷനിൽ ഒരുപാട് സവാള ചേരും. ഞാൻ പറഞ്ഞില്ല, ഇത് 2.5 കിലോയോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇത് കുക്കായി വരുന്ന സമയത്ത് തന്നെ ഒരു പാൻ ചൂടാക്കി ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് 2 സവാള നമുക്ക് വഴറ്റിയെടുക്കണം. ഈ 2 സവാള, ഇത് 2.5 കിലോ ചിക്കനാണ്. ഇത് വലിയ 2 സവാള തന്നെ എടുത്തേക്കുന്നത്. ഇതിന് പുറമേ നമുക്ക് ധാരാളം സവാള വേണം. അതായത് ഈ ഒരു ചിക്കൻ ഒരു 12-13 സവാളയോളം ചേരും ഈ ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ ഇത് നമുക്ക് വഴറ്റിയിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇതിവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുക്കാവുന്ന ടൈമിൽ തന്നെ നമുക്ക് അതും ചെയ്യണം. അങ്ങനെ രണ്ടും അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണിത്. ഞാൻ ഓണിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുവിധം നല്ല ബ്രൗൺ ആയിട്ട് കിട്ടണം. അതുവരെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കുക. ഈ ചിക്കനിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നിന്നുള്ള സോസിൻ്റെ വെള്ളവും പിന്നെ ചിക്കനിൽ നിന്ന് ഊരി വരുന്ന വെള്ളവും അതൊന്ന് വറ്റണം. നല്ലപോലെ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ ചെയ്യും. പിന്നീട് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വഴറ്റിയ സവാള നന്നായി വഴണ്ടപ്പോൾ ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഡൈസ് ചെയ്ത് സവാളയാണ് വേണ്ടത്. അത് കുറച്ച് കൂടുതൽ വേണം. കൂടിയിരിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ടേസ്റ്റിന്. അത് ക്യൂബ് ചെയ്ത സവാളയും പച്ചമുളകും, അത് മാത്രമാണ് ഇനിയുള്ള ഇൻഗ്രീഡിയൻസ്. സവാള, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിന്ന് ഗ്രീൻ ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ട് യെല്ലോയും റെഡും കുറച്ച് വീതം ആഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ക്യാപ്സിക്കം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഗ്രീൻ ചില്ലി മാത്രം വേണം. ഗ്രീൻ ചില്ലി കുറച്ച് കൂടുതൽ വേണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ചിക്കൻ ഏതാണ്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സോസസ് ചേർക്കും. ഞാൻ പറയുമല്ലോ, ഇതിൽ വേറെ സോസസ് ഒന്നുമില്ല. നമ്മൾ ചേർക്കുന്നത് മെയിനായിട്ടും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സോസസ് ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസുമാണ്. ഇതിൽ സോയ സോസ് അത്ര ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് അല്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ബട്ട് ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ടൊമാറ്റോ സോസാണ് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. നമ്മൾ അത് കുക്കായി കഴിഞ്ഞാൽ നോക്കും. ഇത് തീരെ ചെറിയ പീസസ് ആയിട്ട് ഇന്ന് കട്ട് ചെയ്ത് കിട്ടിയത്. എനിക്ക് ഇത്രയും ചെറുതാവുന്ന ഇഷ്ടമില്ല, ബട്ട് ഇങ്ങനെയാണ് ഇന്ന് കിട്ടിയത്. കുറച്ചുകൂടി വലിയ പീസസ് ആവാൻ കുഴപ്പമില്ല ഈ ഒരു ചിക്കന്. ഇതിലോട്ട് നമ്മൾ വേറെ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 3 സ്പൂൺ ഓയിൽ ഞാൻ വെജിറ്റബിൾ ഓയിൽ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് കൂടുതൽ വേണം, അതിൻ്റെ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇതൊരു സ്വീറ്റ് ആൻഡ് സോർ ചില്ലി ചിക്കനാണ്, കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ക്യൂബ് ചെയ്ത് വെച്ച ഓണിയൻ ചേർക്കുന്നത്.
കാരണം ആ ഒരു ക്രഞ്ചിനെസ് റീറ്റെയിൻ ചെയ്യണം, ഒരുപാടൊന്ന് വെന്തൊടിഞ്ഞ് പോകണ്ട. ഇത് ചേർത്തിട്ട് നമുക്ക് ക്യാപ്സിക്കവും ഗ്രീൻ ചില്ലീസും ചേർക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് കുറച്ചുകൂടി ഇതിലോട്ട് ചേരും. ആ ഒരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ളൊരു പാകമുണ്ടല്ലോ. അളവുകൾ ഞാൻ നോട്ട്സിൽ പറയുന്നുണ്ട്, അത് നോക്കുക. നമുക്ക് എന്നാലും ചെറിയ വേരിയേഷൻസ് വരും, നമ്മുടെ ഓരോരുത്തരുടെ രുചി അനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഓക്കെ, നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത ആ അളവിന് തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് ഡൈസ്ഡ് ഓണിയൻസ് ആഡ് ചെയ്യുക. ഇനി ഇത് വെന്ത് വരാനുള്ള നേരം, ഒരുപാടൊന്ന് വെന്തൊടേണ്ട നേരത്തെ വേണം, ഒരു ക്രഞ്ചിനെസ് വേണം, അതാണ് നമ്മൾ അവസാനം ചേർക്കുന്നത്. ആദ്യം 2 സവാള അരിഞ്ഞ് വഴറ്റി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നോക്കൂ, ഇതിൽ കളർ കുറവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കഴിച്ച കളർ കിട്ടില്ല. അതുകൊണ്ട് ഒരു അട്രാക്ഷന് വേണ്ടി ഒരു അല്പം ഫുഡ് കളർ, വൺസിന് വയലൊക്കെ ഫുഡ് കളർ യൂസ് ചെയ്യാം. നമ്മൾ എന്തോരം കളേഴ്സ് ഈ സ്വീറ്റ്സിൽ കൂടെ കഴിക്കണം, അങ്ങനെ ഒരുപാട് വേണ്ട. ബട്ട് വൺസിന് വയൽ ഒരു ഡിഷ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതിലൊരല്പം ഫുഡ് കളർ കൂടെ കൊടുത്താലേ നമുക്ക് ആ ഒരു ഡിസൈറബിൾ റെഡ് കളർ കിട്ടത്തുള്ളൂ. ഇല്ല, അത് ഒട്ടും വേണ്ടെങ്കിൽ ഈ ഒരു കളറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഗ്രീൻ ചില്ലീസും മറ്റ് ക്യാപ്സിക്കം ഒക്കെ ചേർക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വരും. ഇനി ഇതിൽ കോൺഫ്ലവർ മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ, അജിനോമോട്ടോ നമ്മൾ ചേർക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ഇതിലിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഈ സോസസിലൊക്കെ ഉണ്ടാവും. സോ പ്രത്യേകമായിട്ട് ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇത് നല്ല രുചിയായിട്ട് വരും. ഓക്കെ, ഇവിടെ ചിക്കൻ ആയിട്ടുണ്ട്. പറയില്ല, സവാള ഒത്തിരി കുഴയാത്ത ഒരു പാകത്തിന് എടുക്കുക. ഫുഡ് കളർ അല്പം ആഡ് ചെയ്ത് കൊടുക്കുക. ഫുഡ് കളർ ഉണ്ടെങ്കിലേ അതിനൊരു ഭംഗിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഫുഡ് കളർ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്രീൻ ചില്ലീസ് അതിലോട്ട് ഇടാം. ഗ്രീൻ ചില്ലീസ് കുറേ അധികം ഉണ്ട്, കുറച്ച് കൂടുതലിടണം, എങ്കിലേ അതിൻ്റെ ഒരു ചെറിയ എരിവ്. ഗ്രീൻ ചില്ലീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വേവാനൊന്നും നിൽക്കണ്ട. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഇത് നിർത്താം. ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കളേർഡ് ക്യാപ്സിക്കവും കുറച്ചുകൂടി ഗ്രീൻ ചില്ലീസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്യണം. ഇതിനിടയിൽ നമ്മളറിയാലോ, കുറച്ച് കൂടുതൽ സവാളയൊക്കെ ഇട്ടത് കൊണ്ട് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരല്പം സോൾട്ട് ആഡ് ചെയ്യേണ്ടി വരും, ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സോൾട്ട് ആൻഡ് സ്വീറ്റ്നെസ് നമുക്ക് ആവശ്യത്തിന് ക്രമീകരിച്ചിടണം. സ്വീറ്റ്നെസ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കെച്ചപ്പ് ആഡ് ചെയ്യുക, ടൊമാറ്റോ ആഡ് ചെയ്യുക, ടൊമാറ്റോ സോസ്. ഓക്കെ, ഇതിലോട്ട് നമ്മളിനി ഈ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് തിക്കൻ ചെയ്ത് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ നമ്മുടെ ഈ സ്പെഷ്യൽ ചില്ലി ചിക്കൻ. ആവശ്യത്തിന് തിക്നെസ്സിന് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. കൂടുതൽ തിക്നെസ് വേണമെന്നുള്ളവർക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. So here colorful chili chicken is ready. You see all the colors here, yellow under, red under, green under, all the colors, capsicum, green chili ellam kude. If you have green capsicum adum add cheyam nalladayirikkum. And this goes very well with chapatis, parotas, appam, then white rice. Parota kude, especially parota chili chicken is going to be an awesome combo, especially this chili chicken. Do try it out friends. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഇത് ഭയങ്കര ടേസ്റ്റാണ്. കാണാൻ നല്ല ഭംഗി, കഴിക്കാൻ നല്ല ടേസ്റ്റ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. കുറച്ച് സാധനങ്ങൾ മതി. സോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐ എം ഷുവർ യു വിൽ ബി മേക്കിംഗ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. സോ അടുത്ത ആഴ്ച വീണ്ടും ഐ വിൽ ബി മീറ്റിംഗ് യു വിത്ത് അനദർ ഡിഷ്. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം മീ, പ്രിയ. I hope you all have enjoyed this video.